വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകളൊക്കെ പൂട്ടിക്കേണ്ടി വരും. അക്കാര്യത്തിൽ യാതൊരു രാഷ്ട്രീയം കൂടാതെ നിലപാട് സ്വീകരിക്കും. അല്ലെങ്കിൽ ഇത് കൂടുതൽ ബാധിക്കുന്ന കുട്ടികളെയാണ്. ആശങ്കയില്ല. 25 കുട്ടികളാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആർക്കും സീരിയസ് അല്ല. പിന്നെ കോഴിക്കോട് നിന്ന് പോയൊരു മെഡിക്കൽ ടീം അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലും കുട്ടികളുണ്ട്. ആ വിദ്യാലയത്തിൽ ഏതാണ്ട് 10-800 കുട്ടികളുടെ വിദ്യാലയമാണ്. അതുകൊണ്ട് അവർ വീടുകളിൽ അന്വേഷിക്കുന്നുണ്ട്. ഡിസ്ചാർജ് ചെയ്തു പോയ കുട്ടികളുടെ വീടുകളിൽ ആരോഗ്യ വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. അവർക്ക് വല്ല ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വല്ല അസുഖമുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. ഏതായാലും ഇത് ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. എങ്കിലും വളരെ കെയർഫുൾ ആവേണ്ടതാണ് ഈ രോഗം. അതുകൊണ്ടാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷനോട് എല്ലായിടത്തും ശക്തമായി പരിശോധന നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വെള്ളത്തിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയയാണ്. അത് ഇപ്പോഴും കൺട്രോൾഡാണ്. മറ്റ് ജില്ലകളിലേക്ക് അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത, അതിൻ്റെ മുൻകരുതൽ എടുക്കാനുള്ള നിർദ്ദേശം DMOമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം ശുചിത്വമില്ലാത്തടത്ത് ഈ രോഗം വരാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകളൊക്കെ പൂട്ടിക്കേണ്ടി വരും. അക്കാര്യത്തിൽ യാതൊരു രാഷ്ട്രീയം കൂടാതെ നിലപാട് സ്വീകരിക്കും. അല്ലെങ്കിൽ ഇത് കൂടുതൽ ബാധിക്കുന്ന കുട്ടികളെയാണ്. ഈ പനി വ്യാപനവും ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ അല്ല, എല്ലായിടത്തും പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രത്യേകിച്ച് പനി, വയറിളക്കം, ഛർദി ഈ രോഗലക്ഷണങ്ങളുള്ളവരെയൊക്കെ നിരീക്ഷിക്കാൻ പറഞ്ഞു. കാര്യമായ ഷോർട്ടേജ് ഇല്ല. ഷോർട്ടേജ് ഉള്ള ഭാഗത്ത് ഞങ്ങൾ അതനുസരിച്ച് പരിഹാരം ഉണ്ടാക്കും. പിന്നെ എല്ലായിടത്തും മെഡിസിൻ സ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മെഡിസിൻ ഇല്ലാത്തൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ഈ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ പല മരുന്നുകളുടെയൊക്കെ കമ്പനികൾക്ക് പണം നൽകാത്തൊരു പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടു. അത് മാക്സിമം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് അത്ര ചില്ലറയൊന്നും അല്ല ബാക്കിയുള്ളത്. അത് CMന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തവണ ബഡ്ജറ്റിൽ കുറേ കൂടുതൽ വീതം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.